الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله പ്രമുഖനായ പണ്ഡിതനാണ് അഹ്മദ് അൻ നജ്മി റഹിമഹുല്ല. 15 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ ഹിജറ 1429 അദ്ദേഹം വഫാത്താക്കുന്നത്. അഹ്മദ് ബിൻ യഹ്യ അൻ നജ്മി റഹിമഹുല്ല അദ്ദേഹം പറയണം, فالرجل لا يتم حاله ولا تطيب له الحياة إلا بالزوجة الصالحة والمرأة لا تطمئن ولا تطيب لها الحياة إلا بالزوج الصالح. فالرجل ഒരു പുരുഷൻ لا يتم حاله അവൻ്റെ അവസ്ഥ പൂർണ്ണമാവുകയില്ല, ولا تطيب له الحياة അവൻ്റെ ജീവിതം നന്നാവുകയില്ല, ഇല്ലാ ബിസ്സൗജത്തി സാലിഹ ഒരു സാലിഹത്തായ ഭാര്യയെ കൊണ്ടല്ലാതെ. ഒരാളുടെ ജീവിതം ഏറ്റവും മനോഹരമാകണമെങ്കിൽ, ഏറ്റവും സുന്ദരമാകണമെങ്കിൽ, ഏറ്റവും നല്ല രൂപത്തിലാകണമെങ്കിൽ അവന് ഒരു സാലിഹത്തായ ഭാര്യ ഉണ്ടാകണം. അതുപോലെ തന്നെ സ്ത്രീയും, വൽമർഅതു ഒരു സ്ത്രീ, ലാ തത്മഇന്നു അവൾക്ക് സമാധാനം ഉണ്ടാവുകയില്ല, വലാ തതീബു ലഹൽ ഹയാതു ജീവിതം അവൾക്ക് നന്നാവുകയില്ല, ഇല്ലാ ബിസ്സൗജി സാലിഹ് സാലിഹായ ഒരു ഭർത്താവിനെ കൊണ്ടല്ലാതെ. അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതം സമാധാനപൂർണ്ണമാകണമെങ്കിൽ, അവളുടെ ജീവിതം മനോഹരമായി തീരണമെങ്കിൽ അവൾക്കൊരു നല്ല ഭർത്താവ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് അഹ്മദ് നജ്മി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ദാമ്പത്യ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു സാലിഹത്തായ ഭാര്യയെ ലഭിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സാലിഹായ ഭർത്താവിനെ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയൊരു നിഅമത്താണ്. ദുനിയാവിലെ ജീവിതവും പരലോകത്തെ ജീവിതമൊക്കെ സുന്ദരമാകാൻ അവരെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യയും ഭർത്താവും സാലിഹായി തീരുക എന്നുള്ളത്. നമ്മളും ചിന്തിച്ചു നോക്കൂ, ഭാര്യയും ഭർത്താവും സാലിഹായ ഒരു ഭർത്താവ്, സാലിഹത്തായ ഒരു ഭാര്യ, എത്ര മനോഹരമായിരിക്കും ആ ജീവിതം. രണ്ടുപേരും നന്നാവുക, ഭാര്യയും ഭർത്താവും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, വലിയ കാര്യമായിരിക്കും. വലിയ 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 നിഅമത്താണിത്. അല്ലാഹു തആല ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകളെ സാലിഹാക്കി തീർക്കുമാറാവട്ടെ. ഭാര്യമാരായിട്ടുള്ള സ്ത്രീകളെ അല്ലാഹു തആല സാലിഹത്താക്കി മാറ്റുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.